ഹലോ. റംദാൻ കരീം. എല്ലാവരും റമദാൻ മാസത്തിലാണ് നമ്മളെ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും പടച്ചോ തന്നിട്ടുള്ള ഒരു ബറക്കത്ത് തന്നെയാണ് നമുക്ക് വീണ്ടും റമദാനെ സ്വീകരിക്കാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ പകയോ വിദ്വേഷമോ പുറത്തപ്പെട്ട് കൊടുക്കാത്ത ഇമോഷൻസോ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റമദാനെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കും പൊരുത്തപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പക, ദേഷ്യം, വിദ്വേഷം, നിങ്ങൾ എത്ര കുറ്റപ്പെടുത്തിയിട്ടുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ അവഹേളിച്ചിട്ടുള്ള ആളായിക്കോട്ടെ, ഏത് ലൈഫിൽ നിങ്ങൾ അത്രയും പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളുടെ മൈൻഡിൻ്റെ ഇമ്പ്യൂരിറ്റീസാണ് പൊരുത്തപ്പെട്ട് കൊടുക്കാത്ത ഇമോഷൻസ്, പക, ദേഷ്യം, വിദ്വേഷം എന്നുള്ളത്. ഈ ഇമ്പ്യൂരിറ്റീസിനെ ക്ലൻസ് ചെയ്യാൻ നമ്മളൊക്കെ റമദാനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? വീടൊക്കെ വൃത്തിയാക്കി ഭയങ്കര എല്ലാവരും നനച്ചുകുളി എന്ന പ്രോസസ്സിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. അതിനേക്കാൾ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മൈൻഡിനെ ക്ലൻസ് ചെയ്യുക, മനസ്സിനെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിനെ ചുരുങ്ങിയ മനസ്സിൽ നിന്ന് വിശാലതയിലേക്ക് എത്തിച്ചിട്ട് ആരോടും ഒരു ദേഷ്യമോ പകയോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ മൈൻഡിനെ ക്ലൻസ് ചെയ്യുക കൂടി നമ്മളുടെ ഈ റമദാൻ്റെ ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പൊരുത്തപ്പെട്ട് കൊടുക്കാത്ത എന്തെങ്കിലും ഇമോഷൻസോ വ്യക്തികളോടുള്ള വൈരാഗ്യമോ ദേഷ്യമോ പകയോ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ഫൊഗീവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഫൊർഗീവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരുപാട് തവണ നിങ്ങളുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ.